يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الأخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. صدق الله العلي العظيم وصدق بالله رسوله النبي الكريم. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ കാര്യങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിൻ്റെ ശരിയായ രൂപത്തിലും ഭാവത്തിലും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്ന വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വർത്തമാനകാല മുസ്ലിം ഉമ്മ, ഇസ്ലാമിക സമൂഹം ഒരു പ്രത്യേക സ്വഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗമെടുത്ത് നോക്കിയാലും ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇവരുണ്ട്. താരതമ്യേന കുറവ് ലാറ്റിൻ അമേരിക്കയിലാണ് എന്ന് തോന്നുന്നു. കൊളംബിയ, പെറു, ചിലി, മെക്സിക്കോ, അർജന്റീന പോലത്തെ പ്രദേശങ്ങളിൽ അവിടെ ഉണ്ട് ആളുകൾ. ബ്രസീലിലൊക്കെ ഉണ്ട്. പക്ഷേ മറ്റു ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ആയി വരുന്നുള്ളൂ. പിന്നെ യൂറോപ്പിനെ പോലെ തൊഴിൽപരമായ സാമ്പത്തികമായ കുടിയേറ്റങ്ങൾക്ക് അത്ര വിശാലമായ തുറവിയുള്ള ഒരു സ്ഥലമല്ല ലാറ്റിൻ അമേരിക്ക എന്നുള്ളതുകൊണ്ട് ആ രീതിയിലും ആളുകൾ അങ്ങോട്ട് പോകാൻ ആരംഭിച്ചിട്ടില്ല. അവിടെയടക്കം ലോകത്തെ എല്ലാ ഭാഗത്തും മുസ്ലിം സമുദായമുണ്ട്. അതിൻ്റെ വ്യക്തികളും അതിൻ്റെ ഗ്രൂപ്പുകളും അതിൻ്റെ സംഘടനകളും പ്രവർത്തിക്കാത്ത രംഗവേദികൾ എന്ന് പറയുന്നത് ലോകത്ത് വളരെ കുറവാണ്. എല്ലാ പ്രശ്നങ്ങളും വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഉമ്മത്തിന്റെ തലയിലാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ചുമലിലും മുതുകിലുമാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ര ഭംഗിയുള്ള കാര്യങ്ങളല്ലാത്ത എല്ലാറ്റിലും പ്രതികളായി അതിൻ്റെ സംഘാടകരും
കൈകാര്യകർത്താക്കളുമൊക്കെയായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മുസ്ലിം സമുദായവും അതിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും രാഷ്ട്രങ്ങളുമൊക്കെയാണ്. ഞാനിപ്പോൾ ഈ അടുത്തൊരു പുസ്തകം വായിച്ചു, നമ്മുടെ പാകിസ്ഥാനെക്കുറിച്ച്. യുദ്ധരാഷ്ട്രം എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ള ഒരാൾ. യുദ്ധരാഷ്ട്രം, യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള ഒരു നാട്. സ്വയമേവേ മറ്റ് അസ്തിത്വങ്ങളൊന്നുമില്ലാത്ത ഒരു ദേശീയ വിഭാഗമായി, ഒരു ഭൂമിശാസ്ത്ര വിഭാഗമായി. ഇപ്പൊ കേരളം എന്ന് പറയുമ്പോൾ ഒരു മലയാളി, അതിനൊരു ചേർച്ചുണ്ട്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർ, തമിഴ്നാട് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടുകാർ, ആസാമി എന്ന് പറയുമ്പോൾ ആസാംകാർ. പക്ഷെ പാകിസ്ഥാനി ആരാ? അതിന് എടുത്തു കാണിക്കാൻ ഒരു ഐഡന്റിറ്റിയുമില്ല. ഉള്ള ഐഡന്റിറ്റി ആവട്ടെ ഇസ്ലാമാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ എന്ന പേരിലാണ് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ വിഷയപ്പം അതല്ല. ധാരാളം ഇപ്പോ വർത്തമാനകാലത്ത് ഇനി അത് പറയുന്നതിനൊന്നും വലിയ അർത്ഥമല്ല, കാരണം അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തിനുണ്ടായി, എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു യാഥാർത്ഥ്യമായി ആ സാധനം അവിടെ ഉണ്ട്, പാകിസ്ഥാൻ. പക്ഷെ ചരിത്രപരമായ അതിന്റെ ശരിതെറ്റുകൾ മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹത്തിന് അനിവാര്യമായിട്ടും അവരെ പഠന വിധേയമാക്കണം. എങ്ങനെയുണ്ടായി, ആരുണ്ടാക്കി, ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടി, ഇപ്പൊ എങ്ങനെ നിലനിൽക്കുന്നു, എന്തിന് നിലനിൽക്കുന്നു. അപ്പൊ ആ രാഷ്ട്രത്തെക്കുറിച്ച് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധരാഷ്ട്രം, യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു രാജ്യം. നിരവധി ഭീകര പ്രസ്ഥാനങ്ങളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ അപകടകാരികളായ രാഷ്ട്രങ്ങളിലൊന്നായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ അണ്ടർലൈൻ, ചുവപ്പ് വര അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ രാഷ്ട്രങ്ങളാണെങ്കിലും ശരി, പാകിസ്ഥാന് എല്ലാം എന്റെ വിഷയം കേട്ടോ, അതിനെക്കുറിച്ച് വേറെ പഠിക്കുകയും പറയുകയൊക്കെ ആവാം. പാകിസ്ഥാൻ പ്രതിനിധീകരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ആശയങ്ങളുമൊക്കെ മുസ്ലിം ലോകത്തിന് എത്രമാത്രം ഗുണകരമാകുന്നു, അതിലെത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, എത്രമാത്രം സത്യസന്ധതയുണ്ട്. ഇസ്ലാമിനെ എന്തിനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? കേവല രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ അടയാളത്തെ പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഏതൊരു ഇസ്ലാമിനെയാണ് ലോകത്ത് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ ലോകത്ത് എന്തിന്റെ റോൾ മോഡലാണ്? അതൊക്കെ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഉള്ളതാണ്. എന്താണെങ്കിലും മുസ്ലിം ലോകം ആ ഒരു കോലത്തിൽ ഏത് ഭാഗത്തും ഏത് രീതിയിലും വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? മുസ്ലിം ഗ്രൂപ്പുകളും മുസ്ലിം സമൂഹവും മുസ്ലിം വ്യക്തികളുമൊക്കെ ഭരണകൂടങ്ങളുടെയും അധികാരവർഗങ്ങളുടെയും ഒക്കെ ടാർജറ്റായി മാറാൻ, ലക്ഷ്യമായിട്ട് മാറാൻ, അല്ലെങ്കിൽ അവരെ ഒരു ഭയത്തിന്റെ നിഴലിൽ നിർത്താൻ, ഒരു ഇരുട്ടിൽ നിർത്താൻ സൂക്ഷിക്കണം. നിങ്ങൾ ധാരാളമായി സൂക്ഷിക്കേണ്ടവരാണ്. നിങ്ങൾ തെളിയിക്കണം, തെളിയിക്കേണ്ടവരാണ് എന്ന് എന്റെയും നിങ്ങളുടെയും മനസ്സാക്ഷിക്ക് തോന്നുമാറുള്ള അപകടകരമായ പ്രചരണങ്ങൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏതൊരു മുസ്ലിമും അവന്റെ ഐഡന്റിറ്റി ക്ലിയർ ചെയ്യേണ്ടത് അവന്റെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മതസമൂഹത്തിനും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് മുസ്ലിം സമുദായത്തിലെ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അതിന്റെ സംവിധാനങ്ങളെയും ലോകം വളരെ പതുക്കെ പതുക്കെ കൊണ്ട് ചെന്ന് നിർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ISIS-മായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇപ്പോൾ കുറച്ചൊരു ഇറക്കം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. അറിയാം, അവർക്ക് നല്ലൊരു ശതമാനം മാധ്യമങ്ങൾക്കും അറിയാം. പക്ഷെ അതൊരു ടാർജറ്റാണ്.
ഉത്തരവാദിത്തപ്പെട്ട DGP മുതൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയടക്കം പറഞ്ഞു, പോയവർ ഭീകര പ്രസ്ഥാനത്തിലേക്ക് പോയതിനുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. പോയതിന്റെ പിറ്റേ ദിവസം പറഞ്ഞിരിക്കുന്നു ആ വർത്താനം. പക്ഷെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഒരൊറ്റ മാധ്യമങ്ങളും അത് പരിഗണിച്ചിട്ടില്ല. പരിഗണിക്കേണ്ടത് ആരെയാണ്? ഉത്തരവാദിത്തപ്പെട്ട പോലീസ് മേധാവികൾ, രഹസ്യാന്വേഷണ മേധാവികൾ, ആഭ്യന്തര സഹമന്ത്രി. പറഞ്ഞിട്ട് പോലും മാധ്യമങ്ങൾക്ക് പെരുന്നാൾ തന്നെയായിരുന്നു. അവരിങ്ങനെ അരിച്ചു പൊറുക്കിയിരുന്നു. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. കേരളത്തിൽ നിന്ന് പോയവർക്ക് IS ബന്ധമുണ്ട് എന്നുള്ളതിന്റെ സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. പുകയിലും നിഴലിലും നിർത്തി ചർച്ചകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പോയവരെല്ലാവർക്കും പ്രശ്നം ഞാനും നിങ്ങളുമാണ്. അവരെ നിഴലിൽ നിർത്താനല്ല, എന്നെയും നിങ്ങളെയും നിഴലിൽ നിർത്തുക എന്നുള്ളതാണ് ഇതിനെ റിമോട്ട് ചെയ്യുന്നവർ, ഇത് പ്രമോട്ട് ചെയ്യുന്നവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ നല്ല ഒരു ചർച്ച ഉണ്ട്. ഖുർആനിൽ സൂറത്തുൽ ആലി ഇമ്രാനിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിലൊന്നാണ് ഉഹദ്. റമദാനിൽ ബദർ, ശവ്വാലിൽ ഉഹദ്, പിറ്റത്തെ വർഷം. ഇപ്പൊ നോമ്പും പെരുന്നാളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളതിന് കുറെ അടയാളങ്ങൾ അതിലുണ്ട്. നമ്മളിപ്പോ നോമ്പ് നോറ്റിരിക്കുകയാണ്. നോമ്പിനൊരു ബദറിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമുക്കങ്ങനെ ഒരു ബദറും ഇല്ല. നോമ്പ് കഴിഞ്ഞ പിറ്റത്തെ വർഷം ശവ്വാലിൽ, പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉഹദിന്റെ രണാങ്കണത്തിലാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അണിചേർന്നത്. വളരെ തീഷ്ണമായ പോരാട്ടമായിരുന്നു, മാരകമായ പോരാട്ടമായിരുന്നു. മുസ്ലിം സമുദായത്തിനും അതിന്റെ സംഘടനാ സംവിധാനങ്ങൾക്കും അതിന്റെ നേതൃത്വങ്ങൾക്കും അതിന്റെ അനുയായികൾക്കുമൊക്കെ ധാരാളം പാഠങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള യുദ്ധങ്ങളിലൊന്നായിരുന്നു ഉഹദ് യുദ്ധം. ഈ ഉഹദ് യുദ്ധത്തെ വിശദീകരിക്കുന്ന കുറെ ഭാഗങ്ങൾ ഖുർആനിലുണ്ട്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ അതില് വേറെ വൈകാരികമായ കുറെ സംഭവങ്ങളുണ്ട് ഉഹദിൽ. അതിപ്പോ എന്റെ വിഷയമല്ല, അതിലേക്കിപ്പോ നമ്മൾ പോകേണ്ടതില്ല. വിശ്വാസികൾ ആവേശത്തോടുകൂടി കടന്നു വന്നതും രക്തസാക്ഷിത്വത്തിന്റെ വഴി വളരെ മനോഹരമായി സ്വീകരിച്ചതും ഓരോരുത്തരും ആവേശത്തോടുകൂടി പ്രവാചകന് മറുപടി നൽകുന്നതും ഏറ്റവും തീഷ്ണമായ ഒരു അനുഭവത്തിന്റെ ഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കാനുള്ള അവരുടെ നിലപാടുകളെയുമൊക്കെ ഖുർആൻ എടുത്തു കാണിക്കുന്നുണ്ട്. ഉള്ളും പുറമൊക്കെ ഖുർആൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് വിശ്വാസികളുടെ. ഇത് വിശകലനം ചെയ്യുന്ന ഇടയിൽ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്, ഇന്നമാ ദാലികും ശൈത്വാൻ. അത് ശൈത്താന്റെ പ്രവർത്തനമായിരുന്നു, പിശാചിന്റെ പ്രവർത്തനമായിരുന്നു. രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വർത്തമാനം വന്നിട്ടുള്ളത്. ഒന്ന്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യുദ്ധാന്തരീക്ഷത്തിൽ വാർത്ത വരക്കുന്നു. നബി മരണപ്പെട്ടു, വഫാത്തായി, യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. വിശ്വാസികളുടെ സമനില പറ്റുന്നു. അവരുടെ നബി മരിച്ചു എന്ന് പറയുന്നതോടുകൂടി അവർ അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇനി എന്തിന്, ഇനി ആർക്കു വേണ്ടി, ഇനി എങ്ങനെ എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നു അവരുടെ മുമ്പിൽ. രണ്ടാമത്തത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും നേരിടുന്നതിന് വേണ്ടി വീണ്ടും ഖുറൈശികൾ സംഘമായി തിരിച്ചു വരുന്നു. പ്രവാചകൻ ആക്രമിക്കുന്നതിന് വേണ്ടി തിരിച്ചു വരാൻ പോകുന്നു. ഉഹദ് യുദ്ധത്തിൽ നിന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ പിന്മാറിയ അബൂ സുഫിയാനും സംഘവും പൂർണ്ണ വിജയമായി എന്നൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു പിന്നീട് യുദ്ധം നിർത്തി പോവുകയാണ് ചെയ്ത്. അവരെ അബൂബക്കർ മരിച്ചു, മുഹമ്മദ് മരിച്ചു, ഉമർ മരിച്ചു, എല്ലാവരും മരിച്ചു എന്നും പറഞ്ഞിട്ട് അവർ സ്വയം പിരിഞ്ഞുപോയി. പിന്നെ കുറച്ചാണ്ട് എത്തിയതിനു ശേഷം അവർ വീണ്ടും തിരിച്ച് മുസ്ലിം സമൂഹത്തെ നേരിടുന്നതിന് വേണ്ടി തിരിച്ചു വരാനുള്ള ഒരു ആലോചന നടത്തി. അതിനെക്കുറിച്ചാണ് എന്ന അഭിപ്രായമുണ്ട്. മൂന്നാമത്തത്, പിറ്റേ വർഷം ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോയ അബൂ സുഫിയാനും സംഘവും അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം, ഞങ്ങൾ നിങ്ങളെ നേരിടാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ വർഷം വീണ്ടും അടുത്ത ഷാബാനിൽ, റമളാനിന്റെ തൊട്ടു മുമ്പുള്ള മൂന്നാമത്തെ വർഷം ഷാബാനിൽ അവർ വീണ്ടും അബൂ സുഫിയാൻ ഒരു സൈന്യത്തെ ഒരുക്കി ചേർത്തിട്ട് പ്രവാചകനെയും അനുയായികളെയും നേരിടുന്നതിന് വേണ്ടി രംഗത്തേക്ക് വരുന്നു. ഈ മൂന്ന് സംഭവങ്ങൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ വിശദീകരിക്കുന്നത്.
ഇന്നമാ ദാലികും ശൈത്വാൻ, അത് ശൈത്താന്റെ പ്രവർത്തനമായിരുന്നു. യുഹവ്വിഫു ഔലിയാഹു, സ്വന്തം സംരക്ഷകന്മാരെ, സുഹൃത്തുക്കളെ അവർ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിശാച് സ്വന്തം ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ പേടിക്കാൻ പോണ്ട. വഖാഫൂനി, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഏതാണെങ്കിലും ഉഹദിൽ അവസാനിച്ച ഒരായത്തായിക്കൊള്ളണമില്ല ഇത്. ഉഹദ് യുദ്ധത്തിന്റെയോ അതിന്റെ മുമ്പോ പിമ്പോ ഉള്ള ചരിത്രത്തെ മാത്രം വിശകലനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഒരായത്തല്ല ഇത്. ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പ്. പിശാച് തന്റെ ശത്രുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശത്രുക്കളല്ല, തന്റെ സുഹൃത്തുക്കളെ, തങ്ങളുടെ സംരക്ഷകന്മാരെ, തങ്ങളുടെ അനുയായികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ പുറത്തേക്ക് വരിക. വർത്തമാനകാലം, ഇസ്ലാം പേടി, ഇസ്ലാമിക് ഫോബിയ, മുഹമ്മദ്, മദീന, മുഹമ്മദിന്റെ രാഷ്ട്രം, അതിന്റെ ദർശനം, അതിന്റെ നിലപാടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അബൂ സുഫിയാൻ, അതുപോലെ തന്നെ മദീനയിലെ യഹൂദന്മാർ ബാക്കിയുള്ളവർക്ക് നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകുന്നു. പ്രശ്നമാണിത്, പ്രശ്നക്കാരാണിവർ. അവർ ഏത് നിലക്കും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇന്നമാ ദാലികും ശൈത്താൻ, ശൈത്താൻ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഔലിയാഹു, അവന്റെ മിത്രങ്ങളെ, അവന്റെ സംരക്ഷകന്മാരെ. വർത്തമാനകാലത്ത് ഇസ്ലാമിന്റെ എതിരാളികൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇസ്രായേൽ, നേർക്ക് നേരെ അതേ ഉള്ളൂ. സംഘപരിവാറിനെ വേണമെങ്കിൽ അതിൽ വെക്കാം. കാരണം അതിന്റെ ടാർഗറ്റിലുണ്ട് മുസ്ലിങ്ങളെ വിടാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അവർ ശത്രുക്കളല്ല കേട്ടോ. ഇസ്രായേൽ പോലും നമുക്ക് ശത്രുവല്ല. അവരോടുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ള വേറെ ചർച്ചയാണ്. അതേസമയം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കൃത്യമായ പക, ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ. ഇസ്രായേൽ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസിനെ ഭയപ്പെടുത്തുന്നു. ഇസ്ലാം, അവന്റെ ട്രക്കാണ് ഈ വരുന്നത്. ആളുകളുടെ ഉടലുകളെ മുഴുവൻ ചതച്ചരച്ചു പോവുകയാണ്. നിങ്ങൾക്കറിയോ, ട്രക്കിൽ കയറിയിട്ടുള്ള നിരപരാധികളായ ജനങ്ങളുടെ മുകളിലേക്ക് വാഹനം ഓടിച്ച് കൊല്ലുന്ന പാരമ്പര്യമുള്ള ഒരൊറ്റ സ്റ്റേറ്റേ ലോകത്തുള്ളത് ഇസ്രായേലാണ്. അത് ഇസ്രായേലാണ്. ഫലസ്തീനികളെ ആട്ടിയൊടിപ്പിക്കാൻ, അവരെ കുടിയൊടിപ്പിക്കാൻ ചെയ്യാറുള്ള ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളിലൊന്നാണത്. നിരപരാധികളായ മനുഷ്യരുടെ മുകളിലേക്ക് വാഹനങ്ങളെ ഓടിച്ചു കയറ്റുക. യുദ്ധവാഹനമാവാം, ചിലപ്പോൾ സാധാരണ വാഹനമാകാം. മുസ്ലിം സമൂഹത്തിലെ ഒരു സംഘടനക്കും പരിചയമില്ലാത്ത വളരെ അപകടകരമായ പരീക്ഷണം. ഏതോ ഒരുത്തൻ, വിശ്വസിക്കാൻ നമുക്ക് ഒരു നിർവാഹമല്ല, കാരണം ഇന്റലിജൻസ് പറയാണ്, നമ്മളാരും പോയി കണ്ടിട്ടില്ലല്ലോ, അവനാണ്. കാരണം മരിച്ചവൻ വന്നിട്ട് പത്രസമ്മേളനം നടത്തൂരല്ലോ. അപ്പറഞ്ഞ ആളല്ല ഞാൻ, അപ്പറഞ്ഞീനല്ല ഞാൻ വന്നത്. ഇതൊന്നും മറ്റേ ആളെ പത്രസമ്മേളനം നടത്താത്തതുകൊണ്ട് പറയുന്നവരുടേത് വിശ്വസിക്കലേ വഴിയുള്ളൂ. അവൻ വന്നിട്ട് ട്രക്ക് ആകട്ടെ, ഇനി അവൻ വന്നുവെങ്കിൽ. ഞാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ പരിചയങ്ങളിലൊന്നായത്. എന്തിനാ ഫ്രാൻസിന് ഇങ്ങനെ ഭയപ്പെടുത്തേണ്ട കാര്യം? ഇസ്ലാമിക സമൂഹത്തിന് എന്താ ഇതിലുള്ള ലാഭം? മുസ്ലിം രാഷ്ട്രങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും ഇതിലുള്ള ലാഭം എന്താ? മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു വെച്ചിരുന്നു. കുറച്ച് കാര്യങ്ങൾ നല്ല പാടാണത്. യൂസുഫിലും യൂസുഫിന്റെ സഹോദരന്മാരിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. യൂസുഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളുക എന്നുള്ളത് സഹോദരന്മാരുടെ അജണ്ടയായിരുന്നു. എന്നതുപോലെ വർത്തമാനകാല ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിൽ തള്ളുക എന്നുള്ളത് ഇസ്രായേലിന്റെ അജണ്ടയാണ്. ഇസ്രായേലിന്റെ അജണ്ടയാണ്. അതിനെ എങ്ങനെ കൊണ്ടുപോയി ഒന്നുകിൽ കൊല്ലുക, നശിപ്പിക്കുക, മുച്ചൂട് നശിപ്പിക്കുക. അങ്ങനെയാണല്ലോ യൂസുഫ് നബിയെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്തത്. യൂസുഫിനെ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കിണറ്റിലെറിയണം. കൊല്ലാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അത് വേണ്ടത്ര അതിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടായി. അവരെ പറഞ്ഞു, അങ്ങനെ വേണ്ട, നമുക്ക് അവനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഒരു പൊട്ടക്കിണറ്റിൽ നിക്ഷേപിക്കാം. വർത്തമാനകാല ഇസ്ലാമിക സമൂഹത്തെയും അതിന്റെ സംവിധാനങ്ങളെയും പൊട്ടക്കിണറ്റിൽ തള്ളാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ
അത്തരമൊരു പ്രവർത്തനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നവർ ആരാണോ അവര് തന്നെയാണ് വർത്തമാനകാലത്തെ ഇസ്ലാമിക സമൂഹത്തിനെയും കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂസുഫ് നബിന്റെ ചരിത്രത്തിൽ വേറെയും കുറെ പാഠങ്ങളുണ്ട്. IS-ഉം അതുപോലെ തന്നെ തീവ്രവാദമൊന്നുമല്ല മാതൃക, യൂസുഫ് നബിനെയാണ് നല്ല മാതൃക. ഇസ്ലാമിക പ്രബോധകൻ എന്നുള്ള നിലക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ സ്വന്തം കുടുംബാംഗങ്ങൾ അവരദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അവരാളെ കൊണ്ടിട്ട് ആദ്യം ഇടുന്നത് കളത്തിൽ കൊണ്ടുപോയിടുന്നു. കിണറ്റിലിട്ട് ആര് രക്ഷിക്കുന്ന വിചാരിക്കണം. പക്ഷെ അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്, അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. വർത്തമാനകാലത്ത് നടക്കുന്ന മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങളും ചിലപ്പോൾ അൽഹംദുലില്ലാഹ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരിച്ചു വരാൻ കഴിഞ്ഞതുപോലെ പൊട്ടക്കിണറ്റിൽ തീർന്നു എന്നാണ് അവർ വിചാരിച്ചത്. ഇനില്ല, യൂസുഫിന്റെ ശല്യം തീർന്നിരിക്കുന്നു. പ്രവാചകത്വത്തിന്റെ പാരമ്പര്യം, അധികാരത്തിന്റെ പാരമ്പര്യം, നമ്മുടെ വാപ്പയുടെ പാരമ്പര്യം, ഇതൊക്കെ നമുക്ക് കിട്ടും. ഇതായിരുന്നു യൂസുഫ് നബിയെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യുമ്പോൾ അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം വളരെ മനോഹരമായിരുന്നു. ഞാൻ പറയും, മധ്യപൗരസ്ത്യദേശം ഇന്ന് പൊട്ടക്കിണറ. IS-നെ അവിടെ ഇറക്കിയിട്ട് ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇസ്രായേൽ എല്ലാരും. പക്ഷെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പലരും ഇന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഇതാ പലരും വാരിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവരെ തടി രക്ഷപ്പെടുത്തി മറ്റു പല ഭാഗങ്ങളിലേക്കും എത്തിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തെ നിർത്തിയിടത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച പ്രവർത്തനങ്ങൾ പോലും അവർക്കെതിരായി മാറുക. മധ്യപൗരസ്ത്യദേശത്ത് തന്നെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചിടത്ത് നിന്ന് വലിയ പലായനങ്ങൾ നടക്കുന്നു. സിറിയയിൽ നിന്നും, ഇറാഖിൽ നിന്നും, അഫ്ഗാനിൽ നിന്നും, ഇറാനിൽ നിന്നും, ലിബിയയിൽ നിന്നും, ഈജിപ്തിൽ നിന്നുമൊക്കെ വലിയ സംഘങ്ങൾ ഇന്ന് യൂറോപ്പിന്റെയും പാശ്ചാത്യരുടെയും മണ്ണ് നോക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നു. അവിടെ പോയിട്ട് വേറെന്തൊക്കെയോ ഒരു സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ അവർ വളരുന്നു, പച്ച പിടിക്കുന്നു. വേറെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള പ്രവണതകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. യൂസുഫ് നബിനെ കൊണ്ടുപോയി അടിമച്ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു. യൂസുഫ് നബിയെ കാര്യപ്പെട്ട ഒരാളാ വാങ്ങിക്കൊണ്ടായത്, യൂറോപ്പിനെ വാങ്ങിക്കൊണ്ടായത്. യൂറോപ്പിലെത്തിയ കഴിച്ചിലായി. യൂസുഫ് നബിനെ കൊണ്ടുപോയത് യൂറോപ്പ് അമേരിക്ക ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല സ്വീകരണം അവിടെ കിട്ടി. കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇതൊരു അടിമയാക്കാനും പറ്റിയ ആളല്ല. അവിടെ ബാക്കി കഥക്കങ്ങളെ മനസ്സിലുണ്ടാവും, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. വളരെ മാന്യമായ സ്വീകരണം കൊടുത്തു. സ്വന്തം വീട്ടിലെ നിർത്തി. അവിടുത്തെ വലിയ അധികാരമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അസീസ് എന്നാ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ആ വീട്ടിൽ അദ്ദേഹം താമസമാക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസമാക്കുന്നു. പക്ഷെ അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. യൂറോപ്പിൽ ഇസ്ലാമില്ല, പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമില്ല. അതുകൊണ്ട് ഇസ്ലാമിക നാഗരികതയ്ക്കും ഇസ്ലാമിന്റെ സംവിധാനങ്ങൾക്കും നിരക്കാത്ത പ്രവണതകളും സമീപനങ്ങളും സദാചാര, സാമൂഹിക, സാമ്പത്തിക എല്ലാ വിഷയങ്ങളിലും ധാരാളമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയിടത്തും സാമൂഹിക ജീർണതയുടെയും സദാചാര ജീർണതയുടെയും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കി കഥകൾ മനസ്സിലുണ്ടല്ലോ. പ്രഭുവിന്റെ പെണ്ണ് പിന്നാലെ കൂടി വാടാ എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട്. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി. വാതിൽക്കലെത്തിയപ്പോ പ്രഭു മുന്നിൽ നിൽക്കുന്നു. പെണ്ണിലെ പെണ്ണും കുപ്പായം വലിച്ചു കീറി. അതില് 36 കമന്റ് ഉണ്ട്. ഇതാ ഇവനാ ചെയ്ത്, എന്നെ പിടിച്ച് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഇവൻ. അങ്ങ് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ സംഭവത്തിൽ നല്ലൊരു പൊരുളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ പണി തന്നെയാണ്. എല്ലാ പടി അവര് ചെയ്യും. പക്ഷെ പഴിയാര് കേൾക്കണം? പക്ഷെ അവിടെയുള്ള നീതിബോധമുള്ളവർ എഴുന്നേറ്റ് നിന്നു. അവര് പറഞ്ഞു, യൂസുഫിനെ ഒന്ന് നോക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ കുപ്പായം മുന്നിലാണ് കീറിയതെങ്കിൽ അദ്ദേഹമാണ് പെണ്ണിനെ പിടിക്കാൻ പോയിട്ട്. ഇതൊക്കെ ഖുർആൻ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടോ സൂറത്ത് യൂസുഫിൽ. എല്ലാം കൂടി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാം. മുന്നിലാണ് കീറിയതെങ്കിൽ ആ പെണ്ണ് ഇവിടെ വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ മൂപ്പർ അങ്ങോട്ട് പിടിക്കാൻ പോയതുകൊണ്ടാ. അതല്ല, യൂസുഫിന്റെ കുപ്പായം പിന്നിലാണ് കീറിയതെങ്കിൽ പെണ്ണ് അങ്ങോട്ട് പിടിക്കാൻ നോക്കിയതിന്റെ അടയാളമാണത്. ഉടനെ കാര്യങ്ങൾ മനസ്സിലാവുന്നു. പെണ്ണ് പിന്നിലാണ് കീറിയിട്ടുള്ളത്. അതിലെ ആള് വിധി പറഞ്ഞു, പിന്നിലാണ് കീറിയിട്ടുള്ളത്, അതുകൊണ്ട് യൂസുഫല്ല പ്രതി. ഉടനെ നോക്കിയിട്ട് ഇയാളെ പറഞ്ഞു, നീയാണ് പ്രശ്നക്കാരി, അതുകൊണ്ട് ഈ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ. യൂസുഫ ഇത് വിട്ടോ, തൽക്കാലം വിട്ടോ, പ്രശ്നമാക്കി നമ്മൾ വെക്കണ്ട. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഇന്നും പലരും പിന്നാലെ കീറുന്നതും പൊളിയുന്നതും ഒക്കെ ഇസ്ലാമിന്റെ കുപ്പായ. പക്ഷെ പൊളിക്കുന്നതും കീറുന്നതും ഒക്കെ മറ്റു പലരുമാണ്. പഴി മുഴുവൻ കേൾക്കേണ്ടത് ആരാ? ഇസ്ലാമിക ഉമ്മത്ത് കേൾക്കണം.
ആരെങ്കിലും പിന്നിൽ നിന്ന് വലിച്ചു കയറി നശിപ്പിച്ചാൽ, നിങ്ങൾ എടുത്തോ, ലോകത്ത് എല്ലാ ദുരന്തങ്ങളും വരുത്തിവെക്കുന്നവർ, നടത്തിക്കൊണ്ടിരിക്കുന്നവർ, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിന്റെ വിശാലമായ തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നതെന്ന്. ആഗോളീകരണം, ഉദാരീകരണം, കമ്പോളവൽക്കരണം, IMF, ADB, ഗാട്ട്, ആസിയാൻ, അങ്ങനെ തുടങ്ങുന്ന മഹാഭീകര കരാറുകൾ മുതൽ, മൾട്ടിനേഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ മുതൽ, ആയുധ കച്ചവടക്കാർ മുതൽ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായൊരു ലോകമുണ്ട്. കർഷകരെയും പിന്നോക്ക വിഭാഗങ്ങളെയും ആഫ്രിക്കയെയും മൂന്നാം ലോക രാജ്യങ്ങളെയും ഒക്കെ കടക്കണിയിലും അടിമത്തത്തിലും നശീകരണത്തിലുമൊക്കെ കൊണ്ടുപോയി തള്ളിക്കൊണ്ടിരിക്കുന്ന. പക്ഷെ ഇതൊന്നും ഇപ്പൊ ചർച്ചാ വിഷയമല്ല, ഇതൊന്നും ആരുടെയും ചർച്ചാ വിഷയമല്ല. പിന്നെന്താ പ്രശ്നം? യൂസുഫ് നബി കടന്നു പിടിച്ചിരിക്കുന്നു, യൂസുഫ് കടന്നു പിടിച്ചിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് പോവുകയും യൂസുഫിന്റെതാണ് പ്രശ്നം. അങ്ങനെ അദ്ദേഹത്തിന്റെ കീറിയ ആ ഒരു ഘടനയിൽ പോലും അതിന്റെ കുറെ അടയാളങ്ങളുണ്ട്. കാരണം ആ നാട് പറയുന്നു, ഭരണകൂടം പറയുന്നു, പ്രശ്നം വല്ലാതെ വിവാദാക്കണ്ട. ശരിക്കറിയാം ഫ്രാൻസിലാരാ പൊട്ടിക്കുന്നത്. ഇവണിപ്പോ അമേരിക്കയിൽ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലായിരിക്കും അത്. കാരണം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇസ്രായേലിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടതാ. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപിന് ജയിക്കണമെങ്കിൽ അതിനെ പറ്റുന്നൊരു പശ്ചാത്തലം ഒരുക്കണം. അതിന്റെ പിന്നാമ്പുറ പണികൾ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാ. കാരണം അവർക്ക് ജയിക്കേണ്ടത് ട്രംപാ. ആ ചർച്ചയിലേക്ക് ചിലപ്പോൾ കടന്നു പോടില്ല. ഏതാണെങ്കിലും അത് പാകപ്പെടുന്നതിന് വേണ്ടിയുള്ള കുറെ വർക്ക് അവിടെ നടക്കണം. ഇപ്പൊ അമേരിക്കയിലും പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് ഭാഗത്ത് വേണമെങ്കിലും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാനും അതിനെ വികസിപ്പിക്കാനും അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ലോകത്തെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നിർത്താനും. അങ്ങനെ പിന്നെ യൂസുഫിനെ ജയിലിൽ വിധിക്കുക, കൊണ്ടുപോയി ജയിലിലേക്ക്. യൂസുഫ് നബി ഒരു പ്രശ്നം ചെയ്തിട്ടില്ല ഈ പ്രശ്നത്തിൽ. പക്ഷെ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇസ്ലാമിന് ഇങ്ങനെ ഒരു പ്രശ്നം വരും. ഇസ്ലാമിക സമൂഹത്തെ കാത്തിരിക്കുന്ന കുറെ സംഗതികളുടെ മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും എല്ലാം സുഖമായി കൊള്ളണമെന്നില്ല. പൊട്ടക്കടത്തിൽ നിങ്ങൾ ഇടും, അവിടെ നിങ്ങളൊന്ന് കഴിച്ചിലായി ഇങ്ങോട്ട് വരികയെന്ന് കാണുമ്പോഴേക്ക് വേറെ ചിലർ നിങ്ങളെ പിന്നാലെ കൂടും. അപ്പം നിങ്ങളെ കുപ്പായം കയറും, കയറിയത് നിങ്ങളല്ല നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ കേസ് വരും. അങ്ങനെ അധികാരവും ഭരണകൂടവും ഒക്കെ ഇസ്രായേലിനെ പിടിക്കുന്നതിന് പകരം ഇസ്ലാമിനെ പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേലും അതിന്റെ സംവിധാനങ്ങളും വിശകലനം ചെയ്യപ്പെടുന്നതിന് പകരം ഇതിലൊക്കെ ഇരകളാക്കി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായമാണ് കണക്ക് പറയേണ്ടി വരുന്നത്. എങ്ങനെ കൊണ്ടുപോവാ? യൂസുഫ് നബി ജയിലിലേക്ക് കൊണ്ടുപോയി. അതിലും കുറെ പാഠങ്ങളുണ്ട്. വേണമെങ്കിൽ വൈകാരികമായ അഡ്ജസ്റ്റ്മെന്റോ വഴങ്ങലോ ഒക്കെ നടത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് ഇതൊക്കെ കാത്തിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഘട്ടങ്ങളാവാം അത്. ഓരോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ലോകത്ത് അഭിമുഖീകരിക്കാനിരിക്കുന്ന വ്യത്യസ്തമായ ഘട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നു. ഇവരെ ചിലപ്പോൾ കണത്തിലെറിയും, അതൊരു ഘട്ടമായിരിക്കും. പല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇപ്പോഴും കണത്തിലാ ലോകത്ത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ നിങ്ങൾ, അവരെ കൊണ്ടുപോയി കണത്തിലിട്ടിരിക്കുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട് കയറി വരാൻ സാധ്യതയുള്ളവരെ അവരെ വളഞ്ഞു പിടിച്ച് സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായി തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ജയിലിൽ കിടക്കാൻ പോവുക. ഈ ഘട്ടങ്ങളിലൊക്കെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട്, മാതൃകാപരമായൊരു രീതിശാസ്ത്രമുണ്ട്. ക്ഷമയുടെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീക്ഷയുടെയും ഗുണഭാവങ്ങളുടെയും ഗുണകാംക്ഷയുടെയും ഒരിക്കലും സമനില തെറ്റിടില്ല. ഇനി എന്തു ചെയ്യും? ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോഴും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ മനോഹരമായി കൊണ്ടാണ് ആ രംഗങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്നത്. അവിടുന്ന് പോയി പിന്നെ ജയിലിൽ കിടന്നു, സ്വപ്നം കാണുന്നു, അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നു. രക്ഷപ്പെട്ട് ഈജിപ്തിന്റെ മന്ത്രിയായി വരുന്നു, ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് മാറുന്നു. വർത്തമാനകാല ഇസ്ലാമിനും അങ്ങനെ വലിയൊരു പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന, എല്ലാ പൊട്ടക്കിണറും ഭേദിച്ച് എല്ലാ പ്രയാസകരമായ പരീക്ഷണങ്ങളെയും അഭിമുഖീകരിച്ച് വർത്തമാനകാല ലോകത്തിന് നേതൃത്വം നൽകുന്ന വിശുദ്ധമായ ഒരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു സംഘമായി എങ്ങനെ മുസ്ലിം ഉമ്മത്തിന് മാറാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ നൽകുന്നു. എന്നിട്ടാണ് ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ ആ വർത്താനം പറഞ്ഞത്, ഇന്നമാ ദാലികും ശൈത്താൻ, പിശാചാണ് ഈ പണിയൊക്കെ നടത്തുന്നത്. ഫ്രാൻസിൽ പൊട്ടിക്കണതും മദീനയിലടക്കം പൊട്ടിക്കുക. മസ്ജിദുൻ നബവിന്റെ പരിസരത്ത് വന്നിട്ട് പൊട്ടിച്ചതാരാ? IS. ആരാ ഇത് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ആരായിരിക്കും പൊട്ടിക്കുന്നത്?
മുസ്ലിം എല്ലാ നഷ്ടവും മുസ്ലിം ഉമ്മത്തിന്. പക്ഷെ ആരാണ് ചെയ്യുന്നത്? പറഞ്ഞതിന്റെ ചുരുക്കം നേരത്തെ ഖുർആൻ വിശദീകരിച്ചതുപോലെ ഇന്നമാ ദാലികും ശൈത്താൻ, ഇത് പിശാചിന്റെ പ്രവർത്തന. യുഹവ്വിഫു ഔലിയാഅഹു, തന്റെ ആളുകളെ മിത്രങ്ങളെ തങ്ങളുടെ കൂടെ നിലനിർത്താൻ വേണ്ടി ഇസ്രായേൽ ചെയ്യുന്ന പൊറാട്ട് നാടകങ്ങൾ. ലോകത്ത് മുഴുവൻ അമേരിക്കനൊപ്പം നിർത്തണം, ബ്രിട്ടനൊപ്പം നിർത്തണം, ഫ്രാൻസിനൊപ്പം നിർത്തണം, സൗദിയൊപ്പം നിർത്തണം, തുർക്കിയൊപ്പം നിർത്തണം, ആരെയൊക്കെ കൂടെ നിർത്താൻ പറ്റും അതിനെ അവരെ ഭയത്തിന്റെ നിഴലിൽ നിർത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല. ഇസ്രായേലിനെ പേടിക്കേണ്ടതില്ല. അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക. ഇൻ കുന്തും മുഅ്മിനീൻ. പിന്നെ അതിന്റെ ശേഷമുള്ള ഭാഗങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ചു കൊണ്ടു. വർത്തമാനകാലത്ത് മുസ്ലിം ഉമ്മത്തിന് കുറേ വലിയ വലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ, ഈ നിഷേധവും ഈ അക്രമ പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നവരെ തിരക്കും വെപ്രാളവും കണ്ടിട്ട് നിങ്ങൾ ഇടങ്ങേറാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്നഹും ലയദുറുല്ലാഹ ശൈഅ, ഒരു ഉപദ്രവം അവർക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ദീനിനെ ഒരു ഉപദ്രവം അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവര് വളരെ വ്യവസ്ഥാപിതവും വളരെ ആസൂത്രിതവും മികച്ച രീതിയിലുമുള്ള പരിപാടികളും പദ്ധതികളും ഒക്കെ ലോകത്ത് നടത്തും. അതൊന്നും കണ്ടിട്ട് നിങ്ങളാരും ഇടങ്ങേറാവേണ്ട കാര്യമില്ല. യുരീദുല്ലാഹു അല്ലാ യജഅല ലഹും ഹല്ലൻ ഫിൽ ആഖിറ, എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത്? അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. പരലോകത്ത് ഒരു ഇഞ്ച് പോലും അവർക്ക് കിട്ടാൻ പാടില്ല. ഒരു നന്മയും അവർക്കുണ്ടാകാൻ പാടില്ല. അക്രമത്തിലും അതിക്രമത്തിലും അന്യായത്തിലും കുതന്ത്രങ്ങളിലും വൃത്തികേടുകളിലും മുഴുകി അവരുടെ മാനവികമായ മാനുഷികമായ മൂല്യങ്ങളെ മുഴുവൻ അവരെ നശിപ്പിക്കണം. എന്നിട്ട് അള്ളാന്റെ അടുത്തൊരു അവസരം അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. ഇന്നല്ലദീന ഇശ്തറൗൽ കുഫ്ര ബിൽ ഈമാൻ ലൻ യദുറുല്ലാഹ ശൈഅ, ഈമാനിന് പകരം കുഫ്ർ സ്വീകരിക്കുന്നവർ വ്യക്തികളാവാം, സംഘടനകളാവാം, രാഷ്ട്രങ്ങളാവാം, നയങ്ങളാവാം, സമീപനങ്ങളാവാം, പൊതുവായ മൂല്യങ്ങൾക്കും മാനവികമായ നന്മകൾക്കുമൊക്കെ എതിരെ അപകടകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ആരാവട്ടെ, വിശ്വാസത്തിനും പകരം നിഷേധത്തെ തെരഞ്ഞെടുത്തവർ, അതിന്റെ കച്ചവടം ചെയ്തവർ, അതിന്റെ മികച്ച അടയാളമാണ് ഇസ്രായേൽ. അവർക്ക് ശരിക്കും സത്യം അറിയാം. പക്ഷെ അതിനെ ഭേദിച്ചിട്ട് ശുദ്ധ അക്രമം മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. ഇന്നല്ലദീന ഇശ്തറൗൽ കുഫ്ര ബിൽ ഈമാൻ, ഈമാനിന് പകരം കുഫറിനെ വിറ്റ് കുഫറ വാങ്ങിയെടുത്തവർ, കുഫറ മുഴുകി ജീവിക്കുന്നവർ. ലയദുറുല്ലാഹ ശൈഅ, നിങ്ങളെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അള്ളാഹനെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വേറെയും കുറെ പിന്നെ അതിന്റെ ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്. വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലീ ലഹും ഖൈറൻ ലിഅൻഫുസിഹിം, ഇസ്രായേൽ നിലനിൽക്കുന്നു, സംഘപരിവാർ നിലനിൽക്കുന്നു, അതുപോലെ പലരും നിലനിൽക്കുന്നു. ഇതൊക്കെ എന്താ? അവർക്ക് നന്മയാണെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമല്ല. അതൊരു നന്മയുടെ അടയാളമായിട്ട് നിങ്ങൾ കാണണ്ടല്ല. ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദു ഇസ്മ, അവരുടെ പാപങ്ങൾ വർദ്ധിക്കാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. വലഹും അദാബുൻ മുഹീൻ, വളരെ മ്ലേച്ഛമായ നിന്ദ്യമായ പതിത്വത്തിലേക്ക് അവരെ നയിക്കാൻ അള്ളാഹു തീരുമാനിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അള്ളാഹു ഈ പാട്ടിൽ ഉപേക്ഷിക്കില്ല. ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ദുരിതങ്ങൾ, പരീക്ഷണങ്ങൾ, പഴികൾ, വലിയ വലിയ അപകർഷതാബോധങ്ങൾ, അപമാനങ്ങൾ, ഇങ്ങനെ തന്നെ വിശ്വാസികളുടെ സമൂഹത്തെ നിലനിർത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇതിലൊക്കെ വിശ്വാസം കിട്ടോ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം വിശ്വാസമാണ്, ഈമാൻ. ഈമാനുള്ള ഒരു സംഘമാണ് നിങ്ങളെങ്കിൽ മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യബീസൽ ഖബീസ മിനത് ത്വയ്യിബ്, നല്ലതിനെയും ചീത്തയെയും അള്ളാഹു വേർതിരിക്കും. ഇസ്ലാമിനെയും ഇസ്രായേലിനെയും അള്ളാഹു വേർതിരിക്കും. നന്മയും തിന്മയും അള്ളാഹു വേർതിരിക്കും. ശൈത്താനെയും അള്ളാന്റെയും ദർശനങ്ങളെ അള്ളാഹു വേർതിരിക്കും. ഏതാണ് ശരിയെന്ന് മനുഷ്യലോകത്തിന് ബോധ്യപ്പെടുന്ന ഘട്ടം അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷെ അല്ലാഹു ലിത്കാലക്കും അലൽ ഗൈബി, നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തരാൻ അള്ളാഹ് സന്നദ്ധനല്ല. ആ അമാനുഷിക കാര്യങ്ങൾ, ഭാവി കാര്യങ്ങളൊക്കെ കൂടി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിന്റെ അവസ്ഥകളിൽ നിന്നുകൊണ്ട് നിരാശയും നിസ്സംഗതയും അപമാനവും അപകർഷതാബോധവും ഒക്കെ പേറിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. വലാകിന്ന അല്ലാഹു യജ്തബീ മിൻ റുസുലിഹി മൻ യശാ, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ തെരഞ്ഞെടുക്കും. പണ്ട് പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കും, ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ തെരഞ്ഞെടുക്കും, അതിലെ തലയെടുപ്പുള്ള വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുക്കും. ഇന്നിപ്പോ നബി വരൂലല്ലോ, പക്ഷേ ആയത്തഞ്ഞു നടക്കേണ്ടതുണ്ട്, വീണ്ടും നടക്കേണ്ടതുണ്ട്. ഈ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ അതിന്റെ വിശുദ്ധിയിലും മൂല്യത്തിലും പ്രതിനിധീകരിക്കാൻ കരുത്തുള്ള പ്രവാചകത്വ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും. അള്ളാഹു അവരെ കൊണ്ടുവരും, അവരെ അള്ളാഹു തെരഞ്ഞെടുക്കും.
അള്ളാഹു അവർക്ക് പ്രത്യേകമായ കഴിവുകൾ നൽകും. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകത്വത്തിലും നിങ്ങൾ വിശ്വസിക്കുക. വഇൻ തുഅ്മിനൂ വതത്തഖൂ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, വതത്തഖൂ, ധാർമ്മികത പുലർത്തുന്നുവെങ്കിൽ, മൂല്യത്തിന്റെ ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫലക്കും അജ്റുൻ അദീം, വലിയ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോ ISIS ആവട്ടെ RSS ആവട്ടെ ഒരു കുലുമാലിലും കുടുങ്ങിയിട്ട് നമ്മൾ അടങ്ങാറാവേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. വലാ ഇൻ തത്തഖൂ വതസ്ബിറൂ തുഅ്മിനൂ വതത്തഖൂ, നിങ്ങൾ ഈമാനുള്ളവരാവുക, നിങ്ങൾ ധാർമ്മികതയുള്ളവരാവുക, എങ്കിൽ നിങ്ങളെ അള്ളാഹു സഹായിക്കും. അതിന്റെ ഒരു മറുപറാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്, തുർക്കിയിൽ കണ്ട. ഇവിടെ മറുപടി അവസാനിപ്പിക്കുന്നു. ലോകത്ത് തന്നെ ഒരു 200 വർഷത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള, കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള മനോഹരമായ സംഭവങ്ങളിൽ ഒന്നാണത്. വലിയൊരു സൈനിക അട്ടിമറിയെ തുർക്കി അതിജീവിച്ചിരിക്കുന്നു. തുർക്കി ഒരു ടാർഗറ്റാ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ ശത്രുവാണ് ഇപ്പൊ തുർക്കി ലോകത്ത്. ഇസ്രായേലും തുർക്കിയും തമ്മിൽ നയന്ത്രബന്ധമുണ്ട്, അത് വേറെ ചർച്ച. പക്ഷെ ഇസ്രായേൽ ഭയപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. അതിന്റെ അടിവേരിറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മികച്ച രീതിയിൽ, അപകടകരമായ രീതിയിൽ ഒരു ഓപ്പറേഷൻ ആ രാജ്യത്ത് നടന്നു. അവിടുത്തെ അധികാരമുള്ള ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ദൈവാനുഗ്രഹം, പ്രശസ്തരായ പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് അല്ലാഹ് കാവലിട്ടു, വേറൊന്നുമില്ല. ഭൗതികമായിട്ട് പരാജയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന തുർക്കിയെ അള്ളാഹുവിന്റെ പ്രത്യേക സഹായം കൊണ്ട് തുർക്കിയും തുർക്കിയുടെ പ്രസിഡന്റും, അതും ജനങ്ങൾ, ഒരു തുർക്കിയിലെ മുസ്ലിം ജനവിഭാഗം, തുർക്കി ജനത ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പട്ടാള ബാരക്കുകളുടെ മുമ്പിലേക്ക് മനോഹരമായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന വമ്പിച്ച ഒരു സംഭവത്തിന് മാതൃകാപരമായ, മൂല്യപരമായ വലിയ അടയാളങ്ങൾ സൃഷ്ടിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിന്ന ചിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒക്കെ മാറിയിരുന്നു. ഉർദുഖാൻ വധിക്കപ്പെടുകയോ ബന്ദിയാക്കപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ തുർക്കി തകരുമായിരുന്നു. പക്ഷെ അള്ളാഹു സഹായിച്ചു, അദ്ദേഹത്തെ സഹായിച്ചു. വളരെ ആർജവത്തോടുകൂടി ജനങ്ങളോട് തെരുവിലേക്ക് ഇറങ്ങാൻ തുർക്കിയുടെ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. പട്ടാളത്തെ വളയുക. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും. പട്ടാളത്തിന് തോക്ക് തന്നത് ജനങ്ങളാണ്, അത് ജനങ്ങളെ വെടിവെക്കാനല്ല, നിങ്ങളുടെ അമ്മമാരെയും അച്ഛന്മാരെയും വെടിവെക്കാനല്ല, ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിനാ. അതുകൊണ്ട് ഇവിടുത്തെ അച്ഛനമ്മമാരെയും മക്കളെയും വെടിവെച്ച തോക്കിനെയും അതിന്റെ കൈകളെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ആർജവമുള്ള, അന്തസ്സുള്ള പട്ടാളത്തിന്റെ മുഷ്കിനെതിരെയൊക്കെ ഇതിലൊക്കെ ധാരാളം പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും സഹായിച്ചു. ഇസ്ലാമിക ഉമ്മത്തിന് വർത്തമാനകാലത്ത് നിരാശകളുടെ പല വാർത്തകൾ ഉണ്ടാകുമ്പോഴും അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാനും ഇസ്ലാമിക ജനസമൂഹം അന്തസ്സോടുകൂടി ജനാധിപത്യത്തിന്റെ കാവൽ പടയാളികളായി മാറുകയുമൊക്കെ ചെയ്യുന്ന സുന്ദരമായ ചിത്രവും, അതും യൂറോപ്പിന്റെയും ഏഷ്യയുടെയും നെറ്റിയിൽ നിന്നുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ അവർ വരച്ചു ചേർത്തുകൊണ്ടിരിക്കുന്നു. അതും അള്ളാഹു തന്നെ, അള്ളാഹുവിന്റെ സഹായമാണ് അതൊക്കെ. പ്രത്യേകമായ രീതിയിൽ ഇപ്പൊ അള്ളാഹു സഹായിക്കും. തുർക്കിയെക്കുറിച്ച് വേറെ നിങ്ങൾ പഠിക്കണം. അവിടുത്തെ പാർട്ടി, അവിടുത്തെ അധികാരം, അവിടുത്തെ രാഷ്ട്രീയ ഘടന, അവർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ലോകത്തുനിന്ന് സാമ്പത്തിക ശക്തിയിൽ 14ാം സ്ഥാനത്താണ് തുർക്കി. 116ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ആ 116ാം സ്ഥാനത്ത് നിന്ന് വെറും 14 വർഷത്തെ അധികാരം കൊണ്ട് ഈ റജബ് തയ്യിബ് ഉർദുഖാൻ 14ാം സ്ഥാനത്തേക്ക്, ലോകത്തിലെ 14ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി വളർത്തിക്കൊണ്ടുവന്നു. $25 മില്യൺ കോടി കടവുണ്ടായിരുന്ന IMFന്റെ കടക്കടയുണ്ടായിരുന്ന ആ രാജ്യത്തെ ഒരു ചില്ലിത്തുട്ട് പോലും കടമില്ലാതെ ലോകത്തെ ഏത് രാഷ്ട്രങ്ങളങ്ങനെയുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കുന്നുണ്ടോ? ആ ഭരണകൂടത്തെയും അതിന്റെ അധികാരത്തെയും അതിന്റെ സംവിധാനങ്ങളെയൊക്കെ അല്ലാഹു സഹായിക്കും. ഇൻ തസ്ബിറൂ വതത്തഖൂ, വളരെ വലിയ സഹായങ്ങൾ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രസ്ഥാനങ്ങളും അത്തരം വ്യക്തികളും അത്തരം നല്ലവരൊക്കെ ലോകത്തുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെയും അവരെയും ഒക്കെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രത്യേകമായി സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എന്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ പത്രങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു കൊണ്ടു. മയക്കുമരുന്ന്, ഹവാല, പിന്നെ തട്ടിക്കൊണ്ടുപോകൽ. ഒരു ദിവസത്തെ പത്രത്തിൽ ഇത് മുഴുവൻ മുസ്ലിങ്ങളാണ്. 20ന്റെയും 40ന്റെയും 35ന്റെ ചോടുള്ളൂല് മിക്കവാറും നല്ല കടാകടിയൻ ചെറുപ്പക്കാര്.
ഈ ഒരു കോലത്തിൽ നമ്മുടെ മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ സമുദായത്തിന്റെ പ്രതിനിധാനം വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതെന്താണ് മുസ്ലിം ഉമ്മത്തിന് ചെയ്യുക? എന്ത് ഗുണമാണ് സംഭാവന ചെയ്യുക? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല. കാരണം നമ്മൾ തമ്മിൽ അറിയില്ലല്ലോ. എന്താണ് നിങ്ങളുടെ ഇടപാട്? എന്താണ് നിങ്ങളുടെ പണിയെന്താ? നിങ്ങളുടെ തൊഴിലെന്താ? മയക്കുമരുന്ന, കള്ളക്കടത്ത, കൂട്ടിക്കൊടുപ്പ, കൈക്കൂലിയ, ഹവാലയ, എന്താണ് ഇതിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി? നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മൾ തോൽക്കുന്നത് ആ മേഖലയില്ല. ISIS ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. കാരണം ISIS ഡ്യൂപ്ലിക്കേറ്റ് സാധന, അതിനുണ്ടാക്കിയവരൊക്കെ. പക്ഷെ നമ്മൾ ഒറിജിനലാണല്ലോ. നമ്മളെ തോൽപ്പിക്കും. ഈ സമുദായത്തിനെ തോൽപ്പിക്കും. അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇൻ തുഅ്മിനു വതത്തഖു വതസ്ബിറു വതത്തഖു അഹ്സനു മുഹ്സനീങ്ങൾ എന്നൊക്കെ ഖുർആൻ പറയുന്നത്. ഇത് ചെറുപ്പക്കാരെ നല്ല വിശുദ്ധന്മാരാകുമെന്ന് പറഞ്ഞാൽ വല്ല പുണ്യാളന്മാരാകുമെന്നൊന്നുമല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളൊക്കെ സാധാരണക്കാരാണ്. പക്ഷെ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ പോലും വളരെ മനോഹരമായ മാതൃകകളാകാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ആവുന്നതിന് പകരം പത്രങ്ങളിലും ചാനലുകളിലും ആളുകളുടെ മുമ്പിലേക്ക് ഈ സമുദായം ക്രിമിനലുകളും കുറ്റവാളികളും സംഘവുമായിട്ട് മാറുന്നതിന് പകരം നമ്മളെക്കുറിച്ച് നമ്മുടെ നാട് നല്ലത് പറയട്ടെ, നല്ലത് കേൾക്കട്ടെ. ഇവർ നല്ലവരാണ്. കൈക്കൂലി, കള്ളക്കച്ചവടം, അഴിമതി, വർഗീയത, സാമുദായികത, ജാതീയത, പലിശപ്പണം, കൂട്ടിക്കൊടുപ്പ്, ബ്ലൂ ഫിലിം, അശ്ലീലത, പലതും. ഇതൊന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി സൂഫിയാവാന്നൊന്നുമല്ല ഇപ്പം. അങ്ങനെ ആവേണ്ട കാര്യമില്ല. സാധാരണ മനുഷ്യർ, വളരെ ലളിതമായ സാധാരണ മനുഷ്യർ. യൂസുഫിന്റെ ചരിത്രത്തിലെ വലിയ പാഠത ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിക പ്രബോധകന്മാരെയും ഇസ്ലാമിക സമൂഹത്തിനെയും കാത്തിരിക്കുന്ന പൊട്ടക്കിണറുകളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. പക്ഷെ സുലൈഖ വരും പിന്നാലെ സദാചാര, സാമ്പത്തിക, സാമൂഹിക, ധാർമ്മിക പ്രശ്നങ്ങളായി. നിങ്ങൾ തോൽക്കാതിരിക്കുക, നിങ്ങൾ അതിജീവിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനു പകരം ജയിലാണെങ്കിൽ അതാണ് ഉത്തമം. എന്നാൽ പോലും തോറ്റുപോകരുത്. നമ്മൾ തോൽക്കുകയാണ് ഈ മൈതാനത്ത്. നമ്മളെ സൂക്ഷിക്കുക. മുസ്ലിം പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോടും സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഇസ്ലാം ഇങ്ങനെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളും ആ വിചാരണക്ക് പ്രതികളായി മാറുന്നതിന് പകരം അതല്ല ഇസ്ലാം, അങ്ങനെയല്ല ഇസ്ലാം, ഇതാണ് ഇസ്ലാം, ഞങ്ങളെ നോക്കിക്കൊള്ളൂ എന്ന് വ്യക്തിപരമായിട്ട് തന്നെ പറയാൻ കഴിയുമാറുള്ള ഒരു അഭിമാനം, അന്തസ് ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുക. ഒരു വൃത്തികേടിലും ചെന്ന് ചാടാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നന്നായി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിലനിർത്താനും അള്ളാഹു നമ്മയൊക്കെ തുണക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളൊക്കെ സാധാരണക്കാരാ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, കുറച്ചേ ഞങ്ങൾക്ക് അറിവുള്ളൂ. അള്ളാഹുവെ, ഞങ്ങളുടെ അറിവിനെ വിശാലമാക്കുകയും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്താൻ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് തന്നെ അപമാനമായ, മുസ്ലിം ഉമ്മത്തിന് അപമാനമായ പല തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. പടച്ചവനെ നീ പൊറുക്കട തമ്പുരാനെ, നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളായിട്ടുള്ളത് മാത്രമാണെങ്കിൽ അത് ഞങ്ങളും അള്ളാഹുവെ നീ മാത്രം കൈകാര്യം ചെയ്താൽ മതി. പക്ഷേ മുസ്ലിം ഉമ്മത്ത് അതിലേക്കൊക്കെ പ്രതിചേർക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന വലിയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ലോകത്തിലുണ്ട്. അള്ളാഹുവെ, അതിൽ നിന്നൊക്കെയും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. എല്ലാ പിശാചിന്റെ ദൂഷ്യങ്ങളിൽ നിന്നും, ഓരോ രംഗത്തുമുള്ള ദുഷ്കൃത്യങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. വിശുദ്ധിയുള്ള, മൂല്യമുള്ള, നന്മയുള്ള, സത്യസന്ധതയുള്ള, നീതിബോധമുള്ള ഒരു സംഘമായിട്ട് മാറാൻ ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഈ നാട്ടിന്റെ മുമ്പിൽ ഏറ്റവും തെളിഞ്ഞ വ്യക്തിത്വങ്ങളായി മാറാനും, നല്ല കുടുംബങ്ങൾ, നല്ല സംഘടനകൾ, നല്ല സമൂഹമായിട്ട് മാറാൻ മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇണകളും കുട്ടികളും ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. വയസ്സായി മരണത്തെ മാത്രം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ വാപ്പ ഉമ്മ, പ്രയാസം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നവർ, അള്ളാഹു അവരോടൊക്കെ നീ കരുണ ചെയ്യുമാറാകണമേ തമ്പുരാനെ. അവരോടും ഞങ്ങളോടുമൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ട് ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉസ്താദുമാരും ഒക്കെ ഉണ്ട്. അവരോടും ഞങ്ങളോടുമൊക്കെ പൊറുക്കുകയും ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. അള്ളാഹു ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. കരുത്തുള്ള നേതാക്കന്മാരെ നൽകി
കരുത്തുള്ള മതപണ്ഡിതന്മാരെ നൽകി ഇസ്ലാമിക ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. വലിയ കുതന്ത്രങ്ങൾ, വലിയ ഉപജാപങ്ങൾ അല്ലാഹുവേ ഇസ്ലാമിനെ നിഴലിൽ നിർത്തി കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നു. അവരുടെ കുതന്ത്രങ്ങളെയും അവരുടെ പദ്ധതികളെയും നീ തകർത്തുകളയുമാറാകണമേ തമ്പുരാനെ. അതിനഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള ധാർമ്മികമായ കരുത്തു നൽകി, രാഷ്ട്രീയപരവും സംഘടനാപരവുമായ കരുത്തു നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم.